സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പൊട്ടറ്റോ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പൊട്ടറ്റോനെ 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. ആ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റൂവിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 പാല് മാത്രമായിട്ട് എടുത്തേക്കുന്നത്. അത് എടുക്കണ പാല് കുറച്ച് തിക്കായിട്ട് എടുക്കുക. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവോള ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും ഞാനിവിടെ ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല എരിവുള്ള 4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. സ്റ്റൂവിലേക്ക് നമ്മൾ മുളക് പൊടിയും ചേർക്കണില്ല, മഞ്ഞൾപ്പൊടിയും ചേർക്കണില്ല. സ്റ്റൂവിന്റെ കളർ വൈറ്റ് ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാത്തത്. മുളക് പൊടിക്ക് പകരം നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ട്, കുരുമുളകിന്റെ പൊടിയും ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഈ ഗരം മസാലയും കുരുമുളകിന്റെ പൊടിയും പച്ചമുളകും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഈ ഗരം മസാല കറിയിൽ നമ്മൾ ചേർക്കുമ്പോൾ ഏറ്റവും ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഞാനിവിടെ ഗരം മസാല പൊടിക്കാത്ത ഗരം മസാല എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്, 2 തക്കോലം എടുത്തിട്ടുണ്ട്, ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം സ്റ്റൂ ആക്കാന്ന്. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. സ്റ്റൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യിലും ഉണ്ടാക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ആ മുഴുവനായിട്ട് എടുത്ത് വെച്ചാണ് സ്പൈസസ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം തക്കോലം ചേർക്കാം, കറുകപ്പട്ട ചേർക്കാം. കറുകപ്പട്ട ചേർക്കുമ്പോൾ കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ ഒടിച്ചിട്ട് ചേർക്കാം. കുരുമുളക് ചേർക്കാം, ബേ ലീവ്സ് ചേർക്കാം, ഇതെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, പച്ചമുളക് ചേർക്കാം, കറിവേപ്പില ചേർക്കാം, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം, ഈ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഈ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്തത്. ഗരം മസാല ചേർക്കാം. ഞാൻ ഇവിടെ 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പകുതി ഇപ്പം ചേർക്കാം, ബാക്കിയുള്ളത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ ചിക്കൻ നമുക്കൊരു പകുതി വേവിക്കാം. ചിക്കൻ പകുതി വേവായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് തക്കാളിയും പൊട്ടറ്റോയും ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുക. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം, മൂടി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം, ഉരുളൻകിഴങ്ങ് ചേർക്കാം, തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് സ്റ്റൂ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. ഇപ്പം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ സ്റ്റൂ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. സ്റ്റൂ തിളച്ച് പോകാണ്ട് നോക്കണം.
അപ്പോൾ നമ്മുടെ സ്റ്റൂവിൽ പൊട്ടറ്റോയും ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാക്കി എടുത്ത് വെച്ചാൽ ഗരം മസാലയും കൂടിയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആ ബാക്കിയുള്ള ഗരം മസാലയും കൂടിയും ചേർക്കാം. നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും.